ஆற்றில்லாவழியாதும் இறைவனே போற்றுவன் போற்றி போற்றுவன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன തിരുമൂലദേവന്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ ഭുവനാധിപതി ചക്രത്തിലെ അടുത്ത 2-3 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, സഹസ്രദളങ്ങൾക്കുള്ളിൽ മരുവും അമൃതേശ്വരി നടുനാടിയോട് ചേർന്ന് ഉജ്ജ്വലിച്ചിടുമല്ലോ. ജീവനെയുണർത്തി ശക്തിയോടൊത്ത് ശിവനെ കണ്ടാൽ കായത്തിനുണ്ടാകില്ല കേട് ഒട്ടുമേത് നാളും. ശരീരത്തെ എപ്പോഴും കേട് കൂടാതെ കാത്തു സൂക്ഷിക്കാൻ ഭുവനാധിപതിയായ ഭുവനേശ്വരി നമ്മെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെയുള്ള അമൃതേശ്വരിയാണ്? സഹസ്രാരദളങ്ങൾക്കുള്ളിൽ മരുവും അമൃതേശ്വരി. സഹസ്രദള താമരയിൽ അരുളുന്ന അമൃതേശ്വരിയായ ദേവി നടുനാടിയോടും ചേർന്നങ്ങ് ഉജ്ജ്വലിച്ചു നിൽക്കുമല്ലോ. നടുനാടിയുടെ അറ്റത്ത് ഉജ്ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച നാം ഇതാ കാണുന്നു. ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ച നാം ഇതാ കാണുന്നു. നടുനാടി എന്നുള്ളത് സുഷുമ്ന നാഡിയാണ്. ഇടയുടെയും പിങ്കളയുടെയും നടുക്കുള്ള നാഡിയാണ് സുഷുമ്ന നാഡി. ആ സുഷുമ്ന നാഡി ചെന്നെത്തുന്ന സഹസ്രദള താമരയിൽ ഇതാ ദേവി ഉജ്ജ്വല ശോഭയോടെ പ്രശോഭിക്കുന്നു. എങ്ങനെ? ജീവനെ ഉണർത്തി ശക്തിയോടൊത്ത് ശിവനെ മേളിച്ചിടും. ജീവനെ ഉണർത്തിക്കൊണ്ട് ശക്തിയോടൊത്ത് ശിവനെ കാണാൻ കഴിയുന്ന അവസ്ഥ. അപ്പോൾ സഹസ്രാരദള താമരയിൽ ശിവനോടൊത്ത് ജീവനെ ഉയർത്തിക്കൊണ്ട് ശക്തി സ്വരൂപിണിയായ ദേവി ശിവനോടൊത്ത് മേളിച്ചിരിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു? കായത്തിനുണ്ടാകില്ല കേടൊട്ടും ഏതു നാളും. കായം, ശരീരം, ഈ ശരീരത്തിന് ഒരിക്കലും നാശമുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ പറയുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ അളവ് നമുക്ക് എത്ര വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനെന്ത് വേണം? ജീവനെ ഉണർത്തി എന്ത് ചെയ്യണം? ശക്തിയോടൊത്ത് ശിവനെ സഹസ്രാരദളത്തിൽ മേളിപ്പിക്കണം. അപ്പോൾ സഹസ്രാരദളത്തിൽ ശക്തി ശിവ സംയോജനമുണ്ടായാൽ പിന്നെ ആ ശരീരം സ്വച്ഛന്ത മൃത്യുവാണ്. എപ്പോഴാണോ അവർക്ക് ശരീരം വിടണമെന്ന് തോന്നുന്നത് അപ്പോൾ ശരീരം വിട്ടു പോകാൻ കഴിയും. അതായത് എത്ര നൂറ്റാണ്ടുകൾ, എത്ര കാലം വേണമെങ്കിലും ഒരു ശിവയോഗ സാധകന്, അതായത് സഹസ്രാരത്തിൽ ശിവശക്തികൾ ജീവനെ ഉയർത്തി നിർത്തിയാൽ ആ ശരീരം ഒരിക്കലും നശിക്കാതെ കാത്തു സൂക്ഷിക്കാൻ ആ ശിവയോഗിക്ക് കഴിയും. അതിൻ്റെ അർത്ഥം എപ്പോഴാണോ ശിവയോഗി തൻ്റെ ശരീരം വിട്ടു പോകണമെന്നാഗ്രഹിക്കുന്ന അപ്പോൾ മാത്രമേ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ശരീരത്തെ ഉപേക്ഷിക്കണമെങ്കിൽ അത് സ്വച്ഛ ഇച്ഛയാൽ ശിവയോഗിക്ക് സാധിക്കും. അതായത് എത്ര വർഷമാണ് ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് വെച്ചാൽ ശിവയോഗിയാണ് സത്യത്തിൽ ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത്. എത്ര വർഷമാണ്
ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദേവി ആർക്ക് വിട്ടുകൊടുക്കുന്നു? ഒരു ശിവയോഗ സാധകന് വിട്ടുകൊടുക്കുന്നു. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ശിവപ്രഭാകര സിദ്ധയോഗിയാണ്. ശിവപ്രഭാകര സിദ്ധയോഗി 700-ൽ പരം വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് നമ്മുടെ തൊട്ടു മുമ്പുള്ള ജീവചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മഹാവതാർ ബാബാജി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു. അനേകം പേർക്ക് അവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാവതാർ ബാബാജിയെ പോലെയുള്ളവർ അവരുടെ ശരീരം ഏത് നിമിഷവും അവർക്ക് കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ട്. കേടൊന്നുമില്ല കാണും കിളരുള്ളി കണ്ട ശേഷം നാടില്ല തനിക്ക് ഉള്ള അഭിമാനമറ്റ ശേഷം ദിക്കിതൊന്നുമില്ല താൻ ആദ്യ കണ്ട ശേഷം ദുഃഖവുമില്ല ഉള്ളം ശിവനോട് ചേർത്ത് വയ്ക്കുവോ. കേടൊന്നുമില്ല കാണും കിളിരൊളി കണ്ട ശേഷം നാടില്ല തനിക്ക് ഉള്ള ഒരഭിമാനമറ്റ ശേഷം ദിക്ക് ഇതൊന്നുമില്ല തന്നാദ്യ കണ്ട ശേഷം ദുഃഖവുമില്ല ഉള്ളം ശിവനോട് ചേർത്ത് വയ്ക്കൂ. ഉള്ളം ശിവനോട് ചേർത്ത് വയ്ക്കൂ, മനസ്സ് ശിവനോട് ചേർത്ത് വയ്ക്കൂ എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് ശിവനോട് ചേർത്ത് വയ്ക്കുക ഇത്ര വളരെ ലളിതമായ കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ശിവചിന്ത നിറഞ്ഞു നിന്നാൽ മാത്രം മതി. അങ്ങനെ ശിവചിന്തയിൽ മുഴുകി ജീവിക്കുന്ന ഒരാൾക്ക് എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിൽ ജീവിക്കാൻ കഴിയും. ഇതാ നോക്കൂ, കേടൊന്നുമില്ല കാണും കിളിരൊളി കണ്ട ശേഷം. കിളിരൊളി കണ്ട ശേഷം അതായത് ശിവപ്രഭ കണ്ട ശേഷം, ശിവപ്രകാശം കണ്ട ശേഷം ഒരാൾക്ക് ശരീരത്തിന് കേട് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശിവ ഒളി ദർശിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശിവജ്യോതി കണ്ട ഒരാൾക്ക് പിന്നെ ആയുസ്സിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള ആൾക്ക് നാടില്ല, നാട് ഒട്ടും ഇല്ല. തനിക്കുള്ളൊരഭിമാനമറ്റ ശേഷം അഭിമാനബോധവും പൂർണ്ണമായും ഇല്ലാതാകുന്നു. ദിക്കതൊന്നുമില്ല തന്നാദ്യ കണ്ട ശേഷം, ഈ ആദി ശിവനെ ആദി ഗുരുവിനെ കണ്ടതിന് ശേഷം ഒരു ദിക്കും ഒരു കാലവും ഒരു ദേശവും ഒന്നുമില്ല. പിന്നെ ശിവൻ മാത്രം, താനായിരിക്കുന്ന അവസ്ഥ. ദുഃഖവുമില്ല. ഉള്ളം ശിവനോട് ചേർന്നിരിക്കുമ്പോൾ, ശിവനോട് ചേർന്നിരിക്കുമ്പോൾ അതായത് താനായിരിക്കുമ്പോൾ സത്യത്തിൽ ശിവനോട് ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ പിന്നെ അയാൾക്ക് യാതൊരു ദുഃഖവുമില്ല. പിന്നെ ശിവ ആനന്ദ ലഹരി മാത്രമേ ഉള്ളൂ. ഇക്കാര്യം തിരുമൂലദേവൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ദർശനം തന്നെയാണ് രമണ മഹർഷി നമ്മളോട് വാചാലമായി പറയുന്നത്. നമുക്ക് രമണ മഹർഷിയുടെ വാക്കുകൾ നോക്കാം. അതായത് താനായിരിക്കുന്ന അവസ്ഥ, ഞാൻ ആരാണ് എന്ന ആത്മവിചാരത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് രമണ മഹർഷി പറയുകയാണ്. താനുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാനാവില്ല. താനുണ്ട് എന്ന ആ സ്ഥിതി ജ്ഞാനമയമാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ എസെൻസ്. താനുണ്ട് എന്ന ആ സ്ഥിതി, അതായത് ശിവോഹം എന്ന അവസ്ഥ ജ്ഞാനമയമാണ്. ഇതാണ് ജ്ഞാനം. ജ്ഞാനമയമായ ഈ നിലയിൽ അജ്ഞാനം എന്ന അവിദ്യയ്ക്ക് സ്ഥാനമില്ല. എങ്കിലും ഈ സത്യമറിയാതെ തന്നെ ഇതാണ് എന്നൊക്കെ ഭാവിച്ച് നമ്മൾ ആകെ കുഴങ്ങുന്നു. കലർപ്പില്ലാത്ത നിലയാണ് തൻ്റെ നിജാവസ്ഥ. തൻ്റെ നിജാവസ്ഥ എന്നുള്ളത് ശിവസ്വരൂപമാണ്. താനെന്ന അവസ്ഥയാണ്, താനായിരിക്കുന്ന അവസ്ഥ. ഐ ആം ദാറ്റ് ഐ ആം എന്ന ആ വചനം തന്നെയാണ് ഇവിടെ പറയുന്നത്. താനായിരിക്കുന്ന അവസ്ഥ, കലർപ്പില്ലാത്ത നിലയാണ് തൻ്റെ നിജാവസ്ഥ. ഇതിനെ മറ്റ് വിഷയങ്ങളോട് ബന്ധപ്പെടുത്തലാണ് അജ്ഞാനം. താനായി തന്നെ വർത്തിക്കലാണ് ജ്ഞാനം. എത്ര ലളിതമായിട്ടാണ് ഭഗവാൻ
രമണ മഹർഷി പറഞ്ഞതെന്ന് നോക്കൂ, താൻ താനായിരിക്കുന്ന അവസ്ഥ, അതായത് എൻ്റെ അവസ്ഥ ശിവൻ്റേതാണ്, ശിവനാണ് ഞാൻ എന്ന അവസ്ഥയിൽ താൻ താനായി, താൻ ആത്മാവായി, അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യ തത്വത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.